ബട്ടു ഇന്ന് നമ്മുടെ ഹോളിഡേ അല്ലേ, അതുകൊണ്ട് ഇന്ന് നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കും. നല്ല രസമായിരിക്കുന്നേ. അതൊക്കെ ശരിയാണ് സാംജി, പക്ഷെ ഇതില് ഭക്ഷണത്തിന്റെ റെസിപ്പി എവിടെയാണുള്ളത്? അയ്യോ, പറന്നു പോയല്ലോ, എല്ലാം പറന്നു പോയി. ടിങ് ടോങ്, സൂക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ വലിയ പ്രശ്നം കേട്ടോ. ഞാൻ പോയി പിടിക്കുന്നുണ്ട്. മൊബൈലിലെ മുകളിലോട്ട് നോക്കൂ. ഇതാരാണിത്? ടിവിയിൽ ഇപ്പോഴാണ് ഞാൻ ന്യൂസ് കണ്ടത്. നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. സാവധാൻ എക്സ്പ്രസിൽ കാക്കു കലിബാബയും അവരുടെ 4 കൂട്ടാളികളും ചേർന്ന് കൊള്ളയടിച്ചിരിക്കുന്നു. അതിൽ 100 കിലോ സ്വർണമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ ഏജൻസിയിലെ ഗാർഡുകളുമാണ് ഉണ്ടായിരുന്നത്. ഓ, ഇനിയിപ്പോ ഇതും ഇൻസ്പെക്ടർ മൻമാനി നമ്മൾ തന്നെയാണ് ചെയ്തതെന്ന് പറയും. ബട്ടു, വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോ. താങ്ക് യു പ്രൊഫസർ. വെൽക്കം. ബൈ ബൈ. ബട്ടു, പോലീസ് സ്റ്റേഷൻ പുറകോട്ടാണ്. പാതിക്കൊന്നും പറ്റില്ല. നമുക്ക് ഡാക്കിനെ പിടിക്കുന്ന എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ പോയേ പറ്റൂ. എന്റെ ശരിയാ, പോലീസ് സ്റ്റേഷനോ? അല്ല, നമ്മൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? ഗട്ടു, ഈ ബട്ടന്റെ ഉള്ളിലുള്ള ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു, കലിബാബ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാട്ടിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പോയി പിടിക്കണം, ഇപ്പൊ തന്നെ. നമ്മള് പോലീസ് സ്റ്റേഷൻ പോവാണെങ്കിലേ ആ മൻമാനി സാറ് നമ്മളെ ജയിലിൽ അടച്ചിടുക. ടിങ് ടോങ്ങേ, നീ എങ്ങോട്ടായി പോകുന്നത്? ബട്ടു, ടിങ് ടോങ്ങിന്റെ ഓർമ്മ വീണ്ടും പോയെന്നാണ് തോന്നുന്നത്. ഇപ്പൊ അവന്റെ വിചാരം അവനൊരു തവളയാണെന്നാണ്. ടിങ് ടോങ്, ടിങ് ടോങ്ങേ, നീ എവിടെയാ ഉള്ളത്? ടിങ് ടോങ്. നിനക്ക് എന്നൊക്കെ ഉണ്ടാവില്ല, പ്രാണി പോലെ തോന്നുന്നുണ്ടോ? കഴിക്കാനായിട്ട് എന്നെ വിടടാ. നിങ്ങളെന്താ ഇവിടെ? സാംജി, നമ്മള് കാലിബാബയും കള്ളന്മാരെയും പിടിക്കാൻ പോയതല്ലേ? പിന്നെന്താ ഇവിടെ? എങ്ങനെ ഇവിടെ എത്തി? ഓ, എന്റെ ടിങ് ടോങ്, ആദ്യം ജീപ്പിലേക്ക് വന്ന് കേറ്. അത് കഴിഞ്ഞിട്ട് കഥകളൊക്കെ പറയാം. വരൂ. ശരി സാംജി. ബട്ടു, നീ പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് നോക്കാമെന്നേ. ആ, വണ്ടി നിർത്ത്. സാംജി, ഞാനും വരുന്നുണ്ട് സാംജി. ബട്ടു, വേഗം വാ, ആരോ വരുന്നു. ബട്ടു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഖലീബാബയും ആ 4 കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ടെന്നേ. അവരുടെ വഴി നമുക്ക് ബ്ലോക്ക് ചെയ്യണം. ടിങ് ടോങ്, വേഗം വന്ന് ജീപ്പിലേക്ക് കയറ്. കമോൺ. ശരി സാംജി. ബട്ടു, നീ എന്താ ഈ കാണിക്കുന്നേ? നിർത്തൂ, നിർത്തൂ. നിങ്ങൾക്ക് എന്റെ സാംജിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിർത്തൂ സാംജി. എന്റെ വഴി മാറി നിൽക്ക്. എടാ, സാധാരണ മനുഷ്യന്മാരായ നിങ്ങൾ എന്നോട് കളിച്ചാലുണ്ടല്ലോ. കഴിച്ചാൽ എന്താണ്? ഞാൻ എന്തിനു പറയണം? നിങ്ങൾ ഇതെന്നെ കണ്ടോളൂ. ഖലീബാബ ഇടി പോലെയാ. നിങ്ങളെ പോലുള്ള ചെറിയ ചെറിയ പീഡങ്ങൾക്ക് അതിന് നിർത്താൻ പറ്റില്ല. നിർത്തണ്ട, അവന്മാരുടെ മേലെ കേറ്റ്. അല്ല, ടിങ് ടോങ് എവിടെ പോയി? പിടിക്കാൻ വന്നിരിക്കുന്നു. ഇവന്മാരെ കണ്ടോ? എന്റെ ഈശ്വരാ. ഗട്ടു, ബട്ടുയുടെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു. ഓ, റിയലി? ശരിക്കും പറഞ്ഞതാണോ ബട്ടു? എനിക്ക് മനസ്സിലായേ ഇല്ല. ദാ നോക്ക്, നമ്മള് പ്രശ്നത്തിന്റെ നടുവിലാണുള്ളത്.
ആരെങ്കിലും രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ടിങ് ടോങ്, രക്ഷിക്കണേ. എവിടേക്കാ പോകുന്നത്? നിൽക്കാനാ പറഞ്ഞത്? ഈശ്വരാ, ടിങ് ടോങ്ങിന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടോ. ഇപ്പൊ അവൻ സ്വയം കുരങ്ങനാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അവനെ വിടാൻ പോകുന്നില്ല. നമ്മൾ ആ ബെൽറ്റ് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ടിങ് ടോങ്ങും അത് തന്നെ ചെയ്യുമായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. കണ്ടില്ലേ? മിസ്സായി പോയല്ലോ. ഒന്നും പറ്റില്ല. ഇപ്പൊ നോക്കിയ ബട്ടുവിന്റെ ടാർഗറ്റ്. വേണ്ട വേണ്ട വേണ്ട. എന്താ ഈ കാണിച്ചത്? ഓഹോ ബട്ടു, എന്താ നീ കാണിച്ചത്? ഞാൻ അതെടുത്ത് എറിഞ്ഞത് നമുക്ക് ഇവിടെ നിന്നും അത് പിടിച്ചോണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ സോറി. ബട്ടു ഇതിനെ കുറിച്ച് ഒട്ടും ആലോചിച്ചില്ല കേട്ടോ. ശരി വെയിറ്റ്, എന്റെ അടുത്ത് മറ്റൊരു പ്ലാൻ ഉണ്ടേ. സാബ്ജി, നിങ്ങൾ എങ്ങനെയാണോ ചേറിൽ കുടുങ്ങിയേ? ഞാനിപ്പോ വരാൻ നിങ്ങളെ രക്ഷിക്കാൻ. ദാ എത്തിക്കഴിഞ്ഞു. ഓഹോ താങ്ക് യു സോ മച്ച് ടിങ് ടോങ്. താങ്ക് യു. എന്റെ ഈശ്വരാ, ടിങ് ടോങ്, വേണ്ട. വേണ്ട ടിങ് ടോങ്, വേണ്ടതല്ലേ പറഞ്ഞത്? നിങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് ഞാൻ എന്നെ കുടുങ്ങിപ്പോയല്ലോ സാബ്ജി. സാബ്ജി, ഞാൻ എന്താ ചെയ്യാ? ഒന്ന് രക്ഷിക്കാൻ സാബ്ജി. ഓ എന്തിനാണ് നീ ഇപ്പൊ എടുത്ത് ചാടിയത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരുമായിരുന്നില്ലേ? പ്രൊഫസർ എത്തി. ഇന്ന് വെച്ചാൽ നമ്മളെ രക്ഷപ്പെടും. ഇപ്പൊ നിങ്ങൾ ഡാക്കുവിനെ പിടിക്കാൻ പോയതോ അതോ ചളിയിൽ കളിക്കാൻ പോയതോ? ശരി, കുഴപ്പമില്ല. നിങ്ങൾ പുറപ്പെട്ടു വരൂ. വേഗം മുകളിലേക്ക് വരൂ. താങ്ക് യു പ്രൊഫസർ. താങ്ക് യു സോ മച്ച്. ടിങ് ടോങ് എന്റെ കൈ പിടിക്ക്. വേഗം. സൂക്ഷിച്ച്. പിടിച്ചോ. താങ്ക് യു സാബ്ജി. എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്തായാലും നന്നായി ഞാൻ തിരിച്ചു വന്നത്. നിങ്ങൾ കലിബാബയെ പിടിക്കുന്നത് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഖലീബാബാനെയൊക്കെ നമുക്ക് പിടിക്കാം പ്രൊഫസർ. പക്ഷെ ആദ്യം ടിങ് ടോങ്ങിന് ട്രീറ്റ്മെന്റ് കൊടുക്ക്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്. ഞാൻ വേഗം തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എന്റെ ഈ ചികിത്സയിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഈ ചികിത്സ കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ അവന് വീണ്ടും ഓർമ്മ വരും. ഇതിനെയാണ് ശിരോധാര എന്ന് പറയുന്നത്. ശിരോധാര. ഓ സാബ്ജി, ഞാൻ പെർഫെക്റ്റ് അല്ലേ? പിന്നെ എന്തിനാ ഈ ട്രീറ്റ്മെന്റ്? പറയോ സാബ്ജി. ടിങ് ടോങ്, നീ ഒന്ന് മിണ്ടാതെ നിൽക്കാമോ പ്ലീസ്? പ്രൊഫസർ നിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്ന പ്രശ്നത്തെ എന്നേക്കുമായി സോൾവ് ചെയ്യാൻ പോവാണ്. ഈ വെള്ളം നിന്റെ നെറുകയിൽ വീണുകൊണ്ടേ ഇരിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ താഴെ പോകും. ടിങ് ടോങ്, നിനക്കിപ്പോ എന്താണ് സംഭവിച്ചത്? അല്ല, നിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ തീരാൻ പോവായിരുന്നു. ഇവനിതെന്താ പറ്റിയത്? വേണ്ട. എന്നിൽ നിന്നും ദൂരെ പോകാനാ പറഞ്ഞത്. ഗട്ടു, ടിങ് ടോങ് ഇവിടെയല്ലേ ഉള്ളത്? പക്ഷെ ഗർജിക്കുന്ന സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്? പട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ഗട്ടു, നിന്റെ പുറകിലെ ടൈഗർ. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം.
ഓ ബട്ടു ബട്ടു എഴുന്നേക്ക് ഓടാൻ നോക്ക്. ആ വാ. ഓടിക്കോ. ടൈഗർ വരുന്നു. പുലി വരുന്നു. പുലി 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 ഓടിക്കോ. ഒന്ന് വേഗം വണ്ടി എടുക്കൂ. അയ്യോ കട്ടു, മുമ്പിൽ 2 വഴിയുണ്ട്. ഇതിൽ ഏത് വഴിയിലാ പോണ്ടേ? ഒന്ന് പറ, ഏത് വഴിയിലാ പോണ്ടേ? എവിടേക്കെങ്കിലും വണ്ടി വിട്. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം. ഇപ്പൊ അതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല. നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ആ, മനസ്സിലായോ? ഓക്കേ കട്ടു, ആസ് യു സേ. എന്താ പറ്റിയ? വേഗം വണ്ടി എടുക്ക്. വേഗം ബട്ടു. ഓടിക്കോ. അത് കണ്ടില്ലേ കട്ടു, നമ്മളെല്ലാരും രക്ഷപ്പെട്ടു. ലൈഫിൽ എല്ലാ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാനേ പാടില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നമ്മള് രക്ഷപ്പെട്ടു. കട്ടു, ഒരു ഐഫൈ തന്ന ഐഫൈ. എന്ത് പറ്റി? ടിങ് ടോങ് താഴെ വീണു. സാബ്ജി, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? പക്ഷെ ബട്ടു സാബ്ജിനെ കാണുന്നില്ലല്ലോ. നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ, അവൻ വരുന്നുണ്ടാകും. ഇതേത് വഴിയിലാണ് നീ വന്നത്? ഇനി ടിങ് ടോങ്ങിന് ചികിത്സിച്ചേ പറ്റൂ. കുറച്ചു നേരം ഇവിടെ കിടക്ക്. ഈ സ്ഥലം വളരെ സുരക്ഷിതമാണ്. ഇവിടെ സിംഹവും പുലിയൊന്നും വരൂല. ഇവിടെ ആരെയും നമുക്ക് പേടിക്കാനില്ല. അതെ. സാബ്ജി, മേരെ സ്പൈഡർ. പ്രൊഫസർ, നമ്മുടെ ടിങ് ടാങ്ങിന് ഇപ്പൊ എന്ത് പറ്റി? ഇവ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയല്ലല്ലോ, വേറെ ഏതോ ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന്റെ തലയിൽ എന്തോ വീണിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവൻ മുകളിൽ എന്തോ കണ്ടിട്ടുണ്ട്. ആ വേഗം മുകളിലേക്ക് നോക്കൂ. ഒന്ന് വേഗം ഓട് മക്കളെ. ഒന്ന് വേഗം വേഗം. സ്പൈഡറാണ് വരുന്നത്. ടിങ് ടോങ്ങേ, നിനക്ക് മനസ്സിലാവുന്നില്ലേ? നീ ഒരു മനുഷ്യരാണ്, സ്പൈഡർ അല്ല. ഇതെന്താ സംഭവിച്ചത്? ധൈര്യമായിട്ട് മുന്നിലേക്ക് വാ. ടിങ് ടോങ്, നിന്റെ ഷാജി നീ എങ്ങനെയാ ഒരു സ്പൈഡറിന് ഡിന്നറായിട്ട് കൊടുക്കുക? ടിങ് ടോങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഒന്ന് നോർമൽ ആവ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ. ബട്ടു, ടിങ് ടോങ്ങിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സാബ്ജി, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ എന്ത് ചെയ്യാ സാബ്ജി? എന്തെങ്കിലും സംഭവിച്ചോ സാബ്ജി? എന്ത് സംഭവിച്ചോന്നാണ് നീ ചോദിക്കുന്നത്? കുറച്ചു നേരത്തിന് മുമ്പ് നീ ഒരു സ്പൈഡറിനെ ഞങ്ങൾ ഡിന്നറാക്കാൻ കൊടുത്താൻ അത് ഓർമ്മ ഉണ്ടോ നിനക്ക് വല്ലതും? ബട്ടു, ടിങ് ടോങ്ങിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോയിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. അതെ, നീ പറഞ്ഞത് ശരിയാണ് കട്ടു. ടിങ് ടോങ്ങിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ചെയ്തു തീർക്കേണ്ട പണി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. എന്നാ പിന്നെ പോയി നമുക്ക് ആ ഡാക്കു കലിബാബയെ പിടിക്കാനുള്ള ശ്രമം നടത്താം. മാത്രമല്ല, എനിക്ക് എന്റെ അടുത്ത പുതിയ ക്രിയേഷനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ട് ഞാൻ പോവാണ്. ബൈ ബൈ, സീ യു അഗൈൻ. കട്ടു നിക്ക്. ഈ ടയറിന്റെ അടയാളം നമ്മുടെ ജീപ്പിന്റെ അല്ലല്ലോ. ബട്ടുന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഇതാ ശരിക്കും ഡോക്ടറിന്റെ ജീപ്പ് തന്നെയാണെന്ന്. ഹലോ മന്മാനി സാറേ, വേഗം ആ കാട്ടിനകത്തേക്ക് വരൂ. ആ കള്ളന്റെ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചു. അതെ അതെ, വേഗം വരൂ. ഇത് ഗാലിബാബയുടെ ജീപ്പാണല്ലോ. എവിടെ പോയി അയാൾ? എവിടെ പോയി? എവിടെയാണുള്ളത് ആ കള്ളന്മാർ?
ഞാൻ അവരെ വെറുതെ വിടില്ല. ആർക്കും കൊടുക്കാതെ 100 കിലോ സ്വർണമാണ് അവന്മാർ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. എന്റെ പൊന്നു സെർച്ചിങ് ഡോഗേ, നീ എങ്ങനെയെങ്കിലും അവരെ തേടി കണ്ടുപിടിക്കേ, മനസ്സിലായോ? സാജി രക്ഷിക്ക് സാജി. ഇടിശ്ശരാ, ഇപ്പൊ അവന് ടാഗിട്ട് മാറിയല്ലോ. ടിക്ടോക്ക് ഒന്ന് ഇപ്പോഴെങ്കിലും നിർത്താൻ. നീ എത്ര രൂപയുടെ മാറാ? ടിക്ടോക്ക് എന്താ ചെയ്യുന്ന നീ? പോയി ഡോക്ടറെ സ്മെൽ ചെയ്ത് പിടിക്കേ. പിന്നെ നീ പോലീസ് ഡോഗ്, പോയി നിന്റെ ഡ്യൂട്ടി ചെയ്യേ. പോ, ആ ഡോക്ടർ എവിടെയാണെന്ന് എത്രയും പെടുത്ത് പോയി കണ്ടുപിടിക്കേ. ഇവർക്കെന്താ ക്ലൂ കിട്ടുന്നത്? തോന്നുന്നു ക്ലൂ. സൂപ്പർ ടിങ് ടോങ്, സൂപ്പർ. ബട്ടു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ടിൽ എന്തോ ഒരു ഗുഹ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ഗുഹയ്ക്കകത്ത് ഒരു ടണൽ ഉണ്ടായിരിക്കണം. ടണലിലൂടെ പോണെങ്കിൽ അലിബാബ ഇരിക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ആ ഗുഹയിലേക്ക് പോണെങ്കിൽ എന്തായാലും ഒരു കോഡ് വേർഡ് ഉണ്ടായിരിക്കണം. അതെന്തായാലും ഈ പട്ട് കണ്ടുപിടിച്ചിരിക്കും. തുറന്നേക്കേ, സെയിം ലൈറ്റ് ഡിം ആവുന്നതിന് മുമ്പ് തുറന്നേക്കേ. കലി ബാബ അവരുടെ 10 കള്ളന്മാരും ഓപ്പൺ ചെയ്തേക്ക് ഡോർ. എന്റെ അടുത്ത് കുഴിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്തു തീർത്തേനെ. താങ്ക് യു. ബട്ടൂണ് ഇതേപോലെ ഒരു കോടല് കിട്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം സഹായിക്കാൻ പറ്റുമായിരുന്നു. താങ്ക് യു. കണ്ടില്ലേ ബട്ടു, ഈ എല്ലെടുക്കാൻ വേണ്ടിട്ടാണ് ഇവര് നമ്മളെ കൊണ്ട് കുഴിപ്പിച്ചത്. മനസ്സിലാവുന്നില്ലല്ലോ ഈ ഖലീബാബ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെയാണ് ഉള്ളത്. ഒന്ന് മെല്ലെ തിരിഞ്ഞു നോക്കൂ. ബാബാ, നിങ്ങൾ ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. കാലിബാബ ഒരു ഇടിയാണ്. നിന്നെ പോലുള്ള പീഡകൾക്കൊന്നും അതിനെ തടയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഇന്ന് നല്ല മൂഡിലാ ഉള്ളത്. എന്തെങ്കിലും ഒന്ന് ഭാഗം വെച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഓക്കേ? ഖലീബാബ, ഞങ്ങള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. അതെയോ? ആഹാ, ബട്ടുവിന്റെ സുഹൃത്ത് ഇപ്പൊ നിങ്ങളെ ഒരു വഴിയാക്കാൻ പോവുകയാണ്. ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. ഒരു പെടവ ചെന്നാലുണ്ടല്ലോ എല്ല് തിന്നുന്നു. എടാ, നീ ഒരു പോലീസ് ഡോഗാണ്. ചെന്നാ കൊള്ളക്കാരനെ പിടിക്കാൻ നോക്ക്. ചെല്ലേ. ഞാൻ എന്താ ചെയ്യാ? എടോ, താൻ പോലീസ് ഡോഗാണ്. നീ എന്തിനാ എന്റെ പുറകിൽ ഇങ്ങനെ ഓടി വരുന്നത്? പോയി കള്ളനെ പിടിക്കടാ. ചമ്പക് സിംഗ്, എന്നെ രക്ഷിക്കൂ. വേണ്ട വേണ്ട, അനങ്ങിപ്പോകരുത്, അവിടെ നിൽക്കേ. എന്തിട്ടത്? ടിങ് ടോങ്, നീ ഇൻസ്പെക്ടർ മന്മാനിയെ വിട്ടിട്ട് ഡാക്കുവിനെ പോയി പിടിക്കേ. എന്നോടാണ് ഓർഡർ ചെയ്തേ. രക്ഷിക്കണേ,
രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഇൻസ്പെക്ടർ സാർ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ അറസ്റ്റ് ചെയ്യൂ. ഈ ഡോഗിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാലേ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാന് എന്റെ അമ്മോ, കട്ടുപെട്ടു, രക്ഷിക്കണേ. ഡിങ് ഡോങ് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ ഇങ്ങനെ ഇരിക്കും.